പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വളരെ സുന്ദരമായ മറ്റൊരു പ്രഭാതത്തിലേക്ക് ദൈവം നമ്മെ കൂട്ടിക്കൊണ്ടുവന്നിരിക്കുന്നു. ദൈവത്തിന് നന്ദി പറയാം. ഇന്ന് ഈ പ്രഭാതത്തിൽ ദൈവവചനമാണ് വീണ്ടും നാം പഠിക്കുന്നത്. ഓരോ പ്രഭാതത്തിലും ദൈവവചനം പഠിക്കുമ്പോൾ, ദൈവവചനം ഉരുവിടുമ്പോൾ, ദൈവവചനം കേൾക്കുമ്പോൾ അതിൻ്റെ ഒരു അഭിഷേകവും അനുഗ്രഹവും നിങ്ങൾക്കും എനിക്കും ലഭിക്കും. അങ്ങനെ തന്നെ ആയിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, സന്തോഷത്തോടെ നമുക്ക് ഈ പ്രഭാതം ആരംഭിക്കാം, അല്ലേ? സോ സ്മൈൽ ആൻഡ് സ്റ്റാർട്ട് യുവർ ഡേ വിത്ത് ജീസസ്. ഈ എപ്പിസോഡിലേക്ക് നിങ്ങളെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഞാൻ സിബി വർഗീസ്. ഇന്നലെ പഠിച്ച വചനം കാനായിലെ കല്യാണ വിരുന്നായിരുന്നു. കാനായിലെ കല്യാണ യോഹന്നാൻ ശ്ലീഹ എഴുതിയ സുവിശേഷം 2-ാം അധ്യായത്തിൻ്റെ 2-ാം വചനം നമ്മൾ സ്പെസിഫിക് ആയിട്ടൊന്ന് പറഞ്ഞു. യേശുവും ശിഷ്യന്മാരും ആ വിരുന്നിന്, കല്യാണ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരുന്നു. അപ്പോൾ ഈശോയെ നാം നമ്മുടെ ജീവിതത്തിലേക്ക് ക്ഷണിച്ചാൽ മധുരമില്ലാത്തതും തണുത്തുറഞ്ഞതും ഒന്നുമല്ലാത്തതുമായതൊക്കെ മധുരമുള്ളതും വളരെ സുന്ദരവുമായി മാറും. നമ്മുടെ ജീവിതം തന്നെ മാറും. അപ്പോൾ ഈശോയെ നമ്മുടെ ജീവിതത്തിലേക്ക് ക്ഷണിക്കുക. ഇന്ന് നാം പഠിക്കുന്ന വചനം എല്ലാവർക്കും സുപരിചിതമായ ഒരു വചനമാണ്. ആ വചനം നാം ആവർത്തിച്ചൊരു വളരെ ചെറുപ്രായത്തിൽ തന്നെ കുട്ടികൾ മനഃപ്പാഠമാക്കുന്ന ഒരു സങ്കീർത്തനം 23, അതിൻ്റെ 1-ാമത്തെ വചനം, കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. ഇത് കുഞ്ഞുനാളിലെ എല്ലാവരും മനഃപ്പാഠമാക്കുന്ന, കുഞ്ഞു മക്കൾ ആദ്യം പഠിക്കുന്ന വചനം. അതിൻ്റെ അർത്ഥമറിയാതെ പോലും അവർ ആദ്യം പഠിക്കുന്ന ഒരു വചനമാണ്, അല്ലെങ്കിൽ സങ്കീർത്തനമാണ് ഈ 23-ാം സങ്കീർത്തനം. അപ്പോൾ കർത്താവാണ് എൻ്റെ ഇടയൻ, ഇത് പറയുമ്പോഴും പലർക്കും ആ ബോധ്യമില്ലാതെ, എനിക്കും നിങ്ങൾക്കുമൊക്കെ സംഭവിക്കുന്ന ഒരു പിഴവാണ്. ആ ബോധ്യം നമുക്ക് നഷ്ടപ്പെടും. കർത്താവാണ് എൻ്റെ ഇടയൻ, എൻ്റെ മുമ്പിൽ പോകുന്നത് കർത്താവാണ്, എനിക്ക് ഒന്നിനും കുറവുണ്ട്. ആ വാക്ക് വളരെ ശ്രദ്ധേയമാണ്. എനിക്ക് ഒന്നിനും കുറവുണ്ടാവുകയില്ല. ഈ ബോധ്യത്തോടെ നാം ജീവിക്കുകയാണെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ഒന്നിനും കുറവില്ലാതെ നയിക്കുന്ന തമ്പുരാൻ നമ്മുടെ കൂടെയുണ്ട്, നമ്മുടെ മുമ്പേ ഉണ്ട്, നമ്മുടെ ചുറ്റും അവിടുന്ന് കാവൽ നിൽക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ വചനം ആവർത്തിച്ചുരുവിടണം. ആവർത്തിച്ച് നമ്മുടെ ജീവിതത്തിൽ, കർത്താവേ നീയാണ് എൻ്റെ ഇടയൻ, എനിക്ക് ഒന്നിനും കുറവുണ്ടാവുകയില്ല എന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും അധരം കൊണ്ട് ഏറ്റുപറയുകയും ചെയ്ത് നാം ജീവിതത്തിൽ മുന്നേറാനായിട്ട് നമുക്ക് സാധിക്കും. പ്രിയപ്പെട്ടവരെ, കർത്താവിനെ നമ്മുടെ ഹൃദയത്തിൽ സൂക്ഷിക്കാൻ, നമ്മുടെ ജീവിതത്തിൽ കൊണ്ടു നടക്കാൻ നമുക്ക് സാധിക്കട്ടെ. അവൻ ഇടയനായിരിക്കുമ്പോൾ നമ്മളെന്തിനാണ് പേടിക്കുന്നത്? ആമേൻ.